നമസ്കാരം. ബുക്ക് ലവർ LLNLന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തുടക്കക്കാർക്ക് വായിക്കാൻ പറ്റിയ കുറച്ച് ഇംഗ്ലീഷ് പുസ്തകങ്ങളുടെ സജഷൻസും ആയിട്ടാണ്. അപ്പോൾ ഒരുപാട് പേര് മലയാളം ബുക്സ് ഒരുപാട് വായിക്കാറുള്ളവർ ഇംഗ്ലീഷ് വായിക്കാൻ വേണ്ടിയിട്ടൊരു ഒരു കോൺഫിഡൻസ് കുറവാണ്, വായിച്ചാൽ മനസ്സിലാകുമോ എന്നൊക്കെയുള്ള പേടി പറയാറുണ്ട്. ഞാനും ശരിക്കും ഒരു സമയത്ത് അങ്ങനെയുള്ള ഒരാളായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് MAക്ക് പഠിക്കുമ്പോൾ, അരവിന്ദ് എന്നാണ് അവൻ്റെ പേര്, അവൻ ചേതൻ ഭഗത്തിൻ്റെ ഒരു പുസ്തകം തന്നിട്ട് ഇത് പച്ചവെള്ളം പോലെ മനസ്സിലാകും, നീ ഒന്ന് വായിച്ച് നോക്ക് എന്ന് പറഞ്ഞതിൻ്റെ പേര് മാത്രമാണ് ഞാനത് വായിച്ച് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഒരുപാട് പുസ്തകങ്ങൾ ഇംഗ്ലീഷിൽ വായിക്കുന്നതും. അപ്പോൾ നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാൻ പറ്റിയ കുറച്ച് പുസ്തകങ്ങളാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ആദ്യം തന്നെ ഞാൻ പരിചയപ്പെടുത്തുന്നത് കോളിൻ ഹോവർ എഴുതിയിട്ടുള്ള ഇറ്റ് എൻഡ്സ് വിത്ത് അസ് എന്ന് പറയുന്ന പുസ്തകമാണ്. ഇത് 2 പുസ്തകങ്ങളുടെ ആദ്യത്തെ പാർട്ടാണ്. ഇറ്റ് എൻഡ്സ് വിത്ത് അസ് നമുക്ക് വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ വായിച്ചു പോകാൻ പറ്റുന്ന ഒരു പുസ്തകമാണിത്. എന്നാൽ ഇതിൽ നമുക്ക് മനസ്സിലാകാത്ത വേർഡ്സോ അങ്ങനെയൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ വായിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ സിനിമ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ഞാനത് പോയി കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല സിനിമയായിരുന്നു. അപ്പോൾ അടുത്ത് പറയാൻ പോകുന്നത് ഇതിൻ്റെ തന്നെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് അസ് എന്ന് പറയുന്ന പുസ്തകമാണ്. ഇതും ഇതേപോലെ തന്നെ ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ടായിട്ട് വരുന്നതുമാണ്. സിമ്പിളായിട്ട് നമുക്ക് വായിക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ്. അതുപോലെ തന്നെ അടുത്ത് ഞാൻ പരിചയപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ് അജയ് കെ പാണ്ഡെ എഴുതിയിട്ടുള്ള യു ആർ ദി ബെസ്റ്റ് വൈഫ് എന്ന് പറയുന്ന പുസ്തകമാണ്. ഇദ്ദേഹം ഒരു ഇന്ത്യൻ ഓഥറാണ്. അപ്പോൾ ഇതും വളരെ നല്ലൊരു പുസ്തകമായിരുന്നു. നമുക്ക് വായിച്ചു കഴിയുമ്പോൾ ഒരു ടച്ചിങ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള, പെട്ടെന്ന് വായിച്ച് മറക്കാവുന്ന ഒരു ലവ് സ്റ്റോറി അല്ല ഇത്. പക്ഷേ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ച് കിടക്കുന്ന തരത്തിലുള്ള ഒരു ലവ് സ്റ്റോറിയാണ്. ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു പുസ്തകമാണ് ഈ പുസ്തകം. അടുത്ത് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് രവീന്ദർ സിംഗിൻ്റെ ഒരു പുസ്തകമാണ്. റൈറ്റ് മീ എ ലവ് സ്റ്റോറി എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. രവീന്ദർ സിംഗിൻ്റെ എഴുത്തും ഇതേപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് വായിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലുള്ള ഇംഗ്ലീഷ് പുസ്തകങ്ങളാണ് അദ്ദേഹം എഴുതാറുള്ളത്. അപ്പോൾ ഈ പുസ്തകം ഞാൻ ശരിക്കും ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, വായിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. അതേസമയം ഈ യു ആർ ദ ബെസ്റ്റ് വൈഫ് എന്ന് പറയുന്ന പുസ്തകത്തിനെ കുറിച്ച് ഞാൻ നേരത്തെ തന്നെ നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഈ വീഡിയോയുടെ താഴെ കമൻറ്റിൽ കൊടുത്തിരിക്കാം, കാണണമെന്നുള്ളവർ കണ്ടു നോക്കുക. അടുത്തൊരു പുസ്തകം എന്ന് പറയുന്നത് അജയ സീരീസിലുള്ള പുസ്തകമാണ്. അജയ റോൾ ഓഫ് ദി ഡയസ് എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര്. ആനന്ദ് നീലകണ്ഠൻ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ്. മഹാഭാരതം ബേസ് ചെയ്തിട്ടുള്ള ഒരു പുസ്തകമാണിത്. ഇത് ദുര്യോധനൻ്റെ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് മുന്നോട്ട് പോകുന്ന ഒരു പുസ്തകമാണ് ഈ ഒരു പുസ്തകം. ഇതും നമുക്ക് പെട്ടെന്ന് തന്നെ വായിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലുള്ളൊരു പുസ്തകമാണ്. ഇനി ഒരുപാട് ഇംഗ്ലീഷ് റൈറ്റേഴ്സ് ഉണ്ട്. നമുക്ക് തുടക്കത്തിൽ നിൽക്കുന്നവർക്ക്, ഇംഗ്ലീഷ് ഒരു ബാലികേറ മലയാളെന്നുള്ള പേടിയിൽ നിൽക്കുന്നവർക്ക് തുടങ്ങാൻ പറ്റിയ ഒരുപാട് പുസ്തകങ്ങൾ ഇനിയും ഉണ്ട്. ഞാൻ ആദ്യം തന്നെ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നത് ചേതൻ ഭഗത്തിന്റെ ബുക്സ് ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നു അതിനേക്കാളും വളരെ ബെറ്റർ ഈ കോളിൻ ഹോവറിന്റെ പുസ്തകങ്ങളിൽ തുടങ്ങുന്നതായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ചേതൻ ഭഗത് ആണെങ്കിലും അജയ് കെ പാണ്ഡെ ആണെങ്കിലും അതുപോലെ രവീന്ദർ സിംഗ് ആണെങ്കിലും ആനന്ദ് നീലകണ്ഠൻ ആണെങ്കിലും കോളിൻ ഹൂവർ ആണെങ്കിലും ഇംഗ്ലീഷ് പുസ്തക വായന തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉറപ്പായിട്ടൊരു മുതൽക്കൂട്ടായിരിക്കും. അപ്പോൾ എന്തായാലും ഇനി ഇംഗ്ലീഷ് ഒരു ബാലികേറ മലയാണ്, ഇംഗ്ലീഷ് വായിച്ചാൽ മനസ്സിലാകില്ല എന്നൊന്നും പറയരുത്. അതിന് മുന്നേ തന്നെ ഇതൊന്ന് ജസ്റ്റ് ഇതിലെ ചില പേജസ് എങ്കിലും വായിച്ചു നോക്കുക. അപ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ആദ്യത്തെ ഒരു ബുദ്ധിമുട്ട്, വേറൊരു ലാംഗ്വേജ് വായിച്ച് തുടങ്ങുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ടായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു പുസ്തകമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.